ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചിക്കൻ ചാർക്കോളിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗ്രീൻ ചില്ലി ചാർക്കോളാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ചാർക്കോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ രീതിയിലാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ രണ്ട് വിങ്സിൻ്റെയും രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ബ്രസ്റ്റിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡിലുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. വിത്ത് സ്കിന്നോട് കൂടിയാണ് നമ്മൾ ചിക്കൻ ചാർക്കോൾ തയ്യാറാക്കുന്നത്. നമുക്ക് സ്കിന്ന് വേണ്ടെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൈഡിലുള്ള ഫാറ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ വിങ്സിന്റെ ഒരു ജോയിന്റ് ഉണ്ട്. ആ ജോയിന്റിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ബട്ടർഫ്ലൈ രീതിയിൽ നന്നായിട്ട് വിട്ടു പോരുത്. ജസ്റ്റ് ഒരു ഹാഫ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആ വിങ്സിന്റെ ഒരു ജോയിന്റ് ഉണ്ടാവും കേട്ടോ. ആ ജോയിന്റിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ആ ബ്രസ്റ്റിന്റെ ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ നമുക്ക് രണ്ടാക്കി എടുക്കാൻ പറ്റും. വിട്ടുപോരുത് കേട്ടോ. അതേപോലെ തന്നെ ലെഗിന്റെ സൈഡിലും ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ അറിയണില്ലെങ്കിൽ ജസ്റ്റ് കത്തിയും കൊണ്ട് എല്ലാ സൈഡും ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവിടെയും ഓരോ ലൈൻ ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വിനേഗറിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് വെള്ളം പോയതിന് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മാരിനേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3-4 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം വിനേഗറും ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഒരു മാരിനേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഒരല്പം ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാരിനേഷനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. നമ്മളിങ്ങനെ മാരിനേഷൻ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച മസാല ഇതേപോലെ ചിക്കൻ്റെ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യണത്. ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് മാരിനേഷനൊക്കെ ചെയ്തിട്ട് ഹാഫ് കുക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ഏതാണ് ഗ്രീൻ ചാർക്കോൾ ആണെങ്കിൽ ഗ്രീൻ ചാർക്കോൾ, റെഡ് ആണെങ്കിൽ റെഡ്, എല്ലാം സെപ്പറേറ്റ് മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഓർഡർ വരുന്നതിനനുസരിച്ച് ഓൾറെഡി ഹാഫ് കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടാവും. അതിൻ്റെ മേലിലായിട്ട് ഏതാണ് ഓർഡർ വരുന്നത്, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, റെഡ് ആണെങ്കിൽ റെഡ്, ടോപ്പിലായിട്ട് നമ്മൾ ഫുള്ള് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഒരല്പനേരം ചാർക്കോളിൽ വെച്ചതിന് ശേഷം നേരെ സെർവ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് നല്ലൊരു ഒറിജിനാലിറ്റി ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നേരെ നമുക്ക് ഓവനിൽ കുക്ക് ചെയ്യാം. നമുക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് കനലൊക്കെ ആയതിനു ശേഷം അതിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓവനിലാണ് കേട്ടോ കുക്ക് ചെയ്യണത്. ഇനി നമുക്ക് ഗ്രീൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് റഫായിട്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം റഫായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഗ്രീൻ ചില്ലിയാണ് കേട്ടോ എടുക്കേണ്ടത്. നമുക്ക് എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് ഗ്രീൻ ചില്ലി എടുക്കാം. ഇതിന് പകരം നമുക്ക് ഗ്രീൻ ചില്ലിക്ക് പകരം കാന്താരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സഡ് ജാർ എടുത്തതിന് ശേഷം ഒരല്പം യോഗട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 10-12 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി നമ്മുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക.
അപ്പൊ ആദ്യം തന്നെ യോഗട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഗ്രീൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ഒരല്പം ചാട്ട് മസാല, ജീരകപ്പൊടി, അതേപോലെ തന്നെ ബ്ലാക്ക് സാൾട്ട്, അതിന് പകരം നോർമൽ സാൾട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് പെപ്പർ പൗഡർ, അല്പം മസ്റ്റാർഡ് ഓയിൽ. മസ്റ്റാർഡ് ഓയിലിന് പകരം നമുക്ക് നോർമൽ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുന്നിൽ നിൽക്കണം കേട്ടോ ലെമൺ ജ്യൂസ്. ഒരു ലേശം മുന്നിൽ ലെമൺ ജ്യൂസ് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ചിക്കനിലൊക്കെ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ കൊടുത്ത സമയത്ത് ഇതേപോലെ ഒരു മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഇതേപോലെ റെസ്റ്റോറൻറ്റിലെ ഒരു മെത്തേഡാണ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ രണ്ടായിട്ടാണ് നമ്മൾ മസാല അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഓവനിൽ നിന്ന് എടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ മസാല അപ്ലൈ ചെയ്യുന്നത്. ചൂടോടെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിക്കനിൽ പിടിക്കാൻ ചാൻസ് ഇല്ല. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡും നമ്മുടെ ഗ്രീൻ മസാല തേച്ച് പിടിപ്പിക്കുന്നത്. കുക്കിംഗ് മെത്തേഡ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കനലൊക്കെ കത്തിച്ചിട്ട് അതിൽ ചുട്ടെടുക്കാവുന്നതാണ്. അതേപോലെ ഓവനിൽ ചെയ്യുക, എയർ ഫയറിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പാനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു മാരിനേഷൻ നമ്മൾ ചിക്കനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ സാൾട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറിയൊരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഗ്രീൻ മസാലയും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒരല്പം നേരം കൂടി അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഗ്രീൻ മസാലയുടെയൊക്കെ എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ മസാല അപ്ലൈ ചെയ്യുന്നില്ല. ചിക്കൻ ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്രീൻ മസാല അപ്ലൈ ചെയ്യണം കേട്ടോ. ചൂടോടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ ചിലപ്പോൾ മസാലയൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു അല്പം നേരം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഓർഡറൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് അപ്പോഴേക്കപ്പോഴേ കുക്ക് ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് മാരിനേഷൻ ചെയ്തിട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി കനലൊക്കെ റെഡി ആയിട്ടിരിക്കും. അതേപോലെ തന്നെ റെഡ് ആണെങ്കിലും പെപ്പർ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇതേപോലെ മസാലയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മേലിലായിട്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ചാർക്കോളിൽ വെച്ചിട്ട് ഒരു അല്പം നേരം തിരിച്ചു മറിച്ചു വിട്ടിട്ട് റെഡിയാക്കി എടുക്കും. നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ചിക്കൻ. നമുക്ക് ചെറിയ ഒരു ചിക്കൻ 1/4 ഒക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പീസായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ചിക്കൻ ചാർക്കോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് ചെയ്യണത് ആ ഒരു റെസിപ്പി നമ്മൾ ആ ഒരു കട്ടിങ് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ പീസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഓവനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ. ഓൾറെഡി നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ആ മസാല, നമ്മുടെ ഗ്രീൻ മസാല ഒന്ന് കുക്ക് ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമ്മുടെ ചിക്കൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് സൈഡിലായിട്ട് സലാഡും ഹാമോസും ഗാർലിക് സോസും മിൻറ്റ് ചട്നിയും ഫ്രഞ്ച് ഫ്രൈസും കുക്കൂസും എല്ലാറ്റിനും കൂടി നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ അതേപോലെ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ഗ്രീൻ ചിക്കൻ മാത്രമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.